അമേരിക്കയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസ്താവിച്ചു. തീ വിഴുങ്ങിയ അമേരിക്കയുടെ നഗരപ്രാന്ത പ്രദേശത്തിൽ ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല. അതിൻ്റെ ദുസ്സഹമായിരിക്കുന്ന പ്രയാസം ആ രാജ്യവും അവിടുത്തെ ജനങ്ങളും അനുഭവിക്കുന്നതിനിടയിലാണ് ഒരു ശാന്ത സന്ദേശം പോലെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള സഹായത്തിനും തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ. ചരിത്രാധീന കാലം മുതലേ നമ്മൾ കേട്ടുവരുന്ന ഒരു പ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്: കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്ന്. അത് പ്രാദേശിക തലത്തിലും ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ പല ഘട്ടങ്ങളിലും ആ പ്രയോഗം യഥാർത്ഥവൽക്കരിക്കപ്പെടാറുണ്ട് എന്നുള്ളത് സത്യവുമാണ്. ഇവിടുത്തെ ഈ വിഷയം ഇപ്പോൾ ചരിത്രവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കാലവുമായി ബന്ധപ്പെടുത്തി കൂട്ടി വായിക്കേണ്ടതാണ്. ഒരിക്കൽ ഇറാൻ അമേരിക്കയോട് സഹായം തേടി. അമേരിക്ക അത് നൽകിയില്ല. ഇപ്പോൾ അമേരിക്കക്ക് സഹായം നൽകാൻ തയ്യാറാണെന്ന് ഇറാൻ പറയുന്നു. ഇത് കാലചരിത്രവുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. തീ വിഴുങ്ങിയ അമേരിക്കൻ നഗരങ്ങളിലെ തീ കെടുത്താൻ ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യത്തിന് സാധിക്കാതെ പോയപ്പോൾ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ ആ രാജ്യം പെട്ടു. തങ്ങളാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മേൽക്കോയ്മയുള്ളത്, തങ്ങളുടെ രാജ്യവും തങ്ങളുടെ പൗരന്മാരുമാണ് ഏറ്റവും വില കൂടിയ രാജ്യവും പൗരന്മാരുമെന്ന് യഥാവിധം പ്രസ്താവിച്ചേ കൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യത്തെ തീ വിഴുങ്ങിയിട്ട് ദിവസങ്ങളായി. ഇപ്പോഴും അതിൻ്റെ കുറഞ്ഞൊരു ശതമാനം മാത്രമാണ് കെടുത്തിയതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിവരം നോക്കുന്ന സമയത്ത് ന്യൂയോർക്ക് സിറ്റിയിലേക്കും ഈ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. എന്താണ് കാലചരിത്രവും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 2024 മെയ് മാസം 19 ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ ദുരന്തത്തിൽ കൊല്ലപ്പെടുന്നു. അസർബൈജാനിൽ ഡാം ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് 3 ഹെലികോപ്റ്ററുടെ പിന്തുണയോടുകൂടി 2 ഹെലികോപ്റ്റർ എസ്കോർട്ടായിട്ട് പോകുന്നു. ഒരു ഹെലികോപ്റ്ററിൽ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരും യാത്ര ചെയ്യുന്നു. ഈ ഹെലികോപ്റ്റർ ദുരന്തത്തിൽപ്പെടുന്നു, തകർന്നു വീഴുന്നു. അങ്ങനെ ലോകം മുഴുവനും അന്താളിച്ചു നിന്ന ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു അത്. 3 ഹെലികോപ്റ്റർ അസർബൈജാനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, 2 എണ്ണം തിരിച്ചെത്തിയിട്ടുണ്ട്. തെഹ്റാനിൽ ഇറങ്ങി, പക്ഷെ ഒന്ന് കാണുന്നില്ല. ഈ കാണാത്ത ഹെലികോപ്റ്ററിലാണ് രാജ്യത്തിന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അടക്കമുള്ള ഉന്നതരുള്ളത് എന്നത് ലോകത്തെ ഞെട്ടിച്ച കാര്യമാണ്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് ശക്തിയുള്ള ഡ്രോൺ പരീക്ഷണവും നിരീക്ഷണവും വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇറാൻ സർക്കാരിനോട് പറഞ്ഞു. മലഞ്ചെരുവാണ്, തായ്വാരത്തിലാണ് തകർന്നു വീഴാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇത് പരിശോധിക്കണമെങ്കിൽ ഉയർന്ന തലത്തിൽ നിന്ന് തായ് ഭാഗത്തേക്ക് ആളുകൾക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി സാധിക്കുകയില്ല. പകരം എന്ത് ചെയ്യണം? വലിയ ശക്തിയുള്ള ഡ്രോൺ സംവിധാനം, നിരീക്ഷണാടിസ്ഥാനത്തിൽ പറക്കുന്ന ഡ്രോണിന്റെ സഹായങ്ങൾ വേണം എന്ന്. അങ്ങനെ ഇറാൻ അമേരിക്കയുടെ സഹായം തേടുന്നു. അമേരിക്കയോട് പറയുന്നു, തങ്ങളുടെ പ്രസിഡന്റ് അപകടത്തിൽ കാണാതായിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററും അദ്ദേഹത്തെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വലിയ ഡ്രോൺ സംവിധാനത്തിന് സഹായം വേണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ അമേരിക്ക അത് നിരസിച്ചു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഏറ്റവും ആപൽക്കരമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും സഹായം നിഷേധിച്ച രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രതിസന്ധി, ഇറാൻ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലായിരുന്നു ആ സമയത്ത്. തങ്ങളുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസവും വിഷമവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ദൗത്യം റഷ്യയും തുർക്കിയും ഏറ്റെടുത്തു. അതിശക്തിയുള്ള ഡ്രോൺ സംവിധാനമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഈ തുർക്കിയുടെ പേരുണ്ട്. തുർക്കിയുടെ ശക്തമായിരിക്കുന്ന നിരീക്ഷണം ഉണ്ടാവുമെന്നും തങ്ങൾ എല്ലാവിധ സഹായം നൽകാമെന്നും തുർക്കി ഇറാനോട് പറഞ്ഞു. ചേർന്ന് നിന്നുകൊണ്ട് റഷ്യയും ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ പുറപ്പെട്ട ഭാഗത്തിലൂടെ അസർബൈജാനിൽ എവിടെ നിന്നാണോ ഹെലികോപ്റ്റർ ഉയർന്നത് ആ ഭാഗത്തിലൂടെ അവരുടെ റൂട്ട് മാപ്പ് കൃത്യമായ രീതിയിൽ വരച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന നിരീക്ഷണം 12 മണിക്കൂറോ 16 മണിക്കൂറോ അവർ നടത്തി. ഓരോരോ ഭാഗത്തും അരിച്ചു പെറുക്കി. അങ്ങനെ വൈദൂരത്ത് ഒരു ഹെലികോപ്റ്റർ പോലെയുള്ള ഒരു വസ്തു തകർന്ന് കിടക്കുന്ന രൂപം ഇവർക്ക് ദൃശ്യമായി എന്നാണ്
അന്നത്തെ ആ റിപ്പോർട്ട് ആദ്യഘട്ടത്തിനെ പുറത്തുവിട്ടത്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീടും ഡ്രോൺ പറത്തി നിരീക്ഷണം നടത്തി ഏകദേശം ഹെലികോപ്റ്ററിനോട് സാമ്യമുള്ള ഒരു ഇരുമ്പ് വസ്തുവിനെ പോലെയുള്ളത് തങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. നിരീക്ഷണാടിസ്ഥാനത്തിൽ അതിന്റെ പെയിന്റിന്റെ ഭാഗങ്ങൾ, കളറുകൾ നീലയും വെള്ളയും അടങ്ങിയിരിക്കുന്ന ഭാഗമാണെന്ന് മനസ്സിലായതോടുകൂടി ഇവിടെയാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്ന് മനസ്സിലാവുന്നു. തകർന്നതാണോ തകർത്തിയതാണോ എന്നുള്ള അന്വേഷണമൊക്കെ പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വന്നതാണ്. ഏതായിരുന്നാലും തുർക്കിയുടെ ശക്തമായിരിക്കുന്ന ഡ്രോൺ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ പ്രസിഡന്റ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അത് വലിയൊരു വിജയമാവുകയും ചെയ്തു. ഇപ്പോൾ കാലം വല്ലാതൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ സംഭവം നടന്നത് 2024 മെയ് മാസം 19 നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ 2025 ജനുവരി മാസത്തിലാണ്. വല്ലാതൊന്നും കാലങ്ങൾ അതൊന്നും കടന്നു പോയിട്ടില്ല. ഇതുവരെ മനസ്സിലാവാത്ത, കൃത്യമായി പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാട്ടുതീയാണ് അമേരിക്കൻ നഗരത്തെ കീഴടക്കി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ലക്ഷത്തോളം വീടുകൾ കത്തിച്ചാമ്പലായി എന്നും അത് കൃത്യമല്ല, അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു. അമേരിക്കയുടെ നഗരങ്ങളിൽ മുഴുവൻ അഭയാർത്ഥികളെ പോലെ അമേരിക്കയുടെ പൗരന്മാർ തെക്ക് വടക്ക് നടക്കുന്നത് കാണാൻ സാധിച്ചു എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രം ഒരുക്കുന്നതിൽ ഇപ്പോഴും അമേരിക്ക പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 പ്രസിഡന്റ് അമേരിക്കയിലുണ്ട്. അധികാരം ഇറങ്ങാൻ പോകുന്ന ജോ ബൈഡൻ, അധികാരത്തിൽ കയറാൻ പോകുന്ന ട്രംപ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി നടക്കുന്നതെന്നല്ലാതെ ഇവർക്ക് വേണ്ട രീതിയിൽ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്രയും പ്രതിസന്ധിയും പ്രയാസവും വിഷമവും ഉണ്ടായിരിക്കുന്ന ഈ ഘട്ടത്തിൽ 24 മണിക്കൂറും അമേരിക്ക സഹായിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. സമയബന്ധിതമില്ലാത്ത രീതിയിൽ പോലും ബന്ധങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും. തങ്ങൾ സഹായിക്കാമെന്ന് ഇതുവരെ ഇസ്രായേൽ പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. മറ്റുള്ള ലോക രാജ്യങ്ങളെല്ലാം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് ഇതിന്റെ സഹായ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളൊന്നും പുറത്തു വരാതിരിക്കുന്നതിനിടയിൽ ഇറാൻ പറഞ്ഞു അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന്. സഹായിച്ചാലും ഇല്ലെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് സഹായ വാഗ്ദാനം ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും ചരിത്രത്തിന്റെ ലിപികളിൽ എഴുതപ്പെടേണ്ടതാണ്. അതിന്റെ കാര്യം, തങ്ങളുടെ പ്രസിഡന്റ് മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ പ്രസിഡന്റിനെയും അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്ററിനെയും കണ്ടെത്താൻ വേണ്ടി അമേരിക്കയുടെ സഹായം തേടിയ സമയത്ത് നിഷേധിച്ച അതേ രാജ്യത്തിന് സഹായവുമായി ഇറാൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അതാണ് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവര് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോകത്തിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കാത്ത പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആരംഭത്തോടു കൂടി തന്നെ തീ കെടുത്താൻ സാധിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കുന്നു. അതിൽ ഇടപെടൽ നടത്താത്തതിന്റെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകും എന്ന് നിരീക്ഷണ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വലിയ സംവിധാനങ്ങൾ, UN സഭയെ പോലും നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുടെ രാജ്യമാണ് അമേരിക്ക. വാന നിരീക്ഷണം നടത്തുന്ന സമയത്ത് അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. കടൽ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. വരാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ചും കൊടുങ്കാറ്റ്, പേമാരി പോലെയുള്ള പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒക്കെ അഡ്വാൻസ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്ന സംവിധാനങ്ങൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് പോലും കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തുന്ന ഇതേ അമേരിക്കക്ക് ആ രാജ്യം ഇത്രയും ദുരന്തപരമായിരിക്കുന്ന ഒരു അവസ്ഥ വന്നതിനെക്കുറിച്ചോ വരാനുള്ള സാധ്യതയെക്കുറിച്ചോ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്റെ പരാജയവും നാണക്കേടുകളും പോരായ്മകളും നിലനിൽക്കുകയാണ്. ഇനി ലോകത്തെ എങ്ങനെയാണ് സംബോധന ചെയ്ത് പറയേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലും പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഏറെക്കുറെ എല്ലാ മേഖലയും മുട്ടി നിൽക്കുന്ന സമയത്ത് ഇറാന്റെ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്, അമേരിക്കയിൽ ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും തങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇറാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാന്റെ സൈനിക കമാൻഡറെ ഇറാഖിന്റെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ പ്രസിഡന്റാണ് ഇനിയിവിടെ അധികാരത്തിലേറാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ആ കൊലപാതകം നടത്തിയതെന്ന് ഇറാൻ പിന്നീട് സ്ഥിരീകരിക്കുകയും
അതവർ പറയുകയും അമേരിക്ക അത് അംഗീകരിക്കുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് ഓൺലൈനിലൂടെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നേർക്കുനേരെ എനിക്ക് കാണണമെന്നാണ് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റും ഇനി വരാൻ പോകുന്ന അമേരിക്കയുടെ പ്രസിഡന്റുമായിരിക്കുന്ന റൊണാൾഡോ ട്രംപ് പറഞ്ഞത്. ആ ട്രംപാണ് ഇനി ഭരിക്കാൻ പോകുന്ന 20-ാം തീയതി മുതൽ. അദ്ദേഹം ഉണ്ടായിരിക്കെ അത്രയും ദുരന്തങ്ങളും പ്രയാസവും അനുഭവിച്ച ഇറാൻ പറയുന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഈ തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ലോകത്ത് വലിയ രീതിയിലുള്ള പ്രത്യാശ നൽകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.